ഇന്ത്യ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ച് ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടി. ഇനി അടുത്തൊരു സുപ്രധാന ICC ഇവന്റ് വരുന്നത് 2026 T20 ലോകകപ്പാണ്. നമുക്കറിയാം ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരാണ്. 2024 ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ഇന്ത്യ T20 ലോകകപ്പ് കിരീടം നേടി. ഈ കിരീടം നിലനിർത്തുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചൊരു അഭിമാന പോരാട്ടം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ അടുത്ത ദിവസങ്ങളായി ഇംഗ്ലണ്ടിനെതിരെയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയൊക്കെ ഇന്ത്യ T20 പരമ്പര കളിക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു ബി ടീം എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോഴത്തെ ഒരു പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ ടീമിൽ മികച്ച രീതിയിൽ പെർഫോമൻസ് നടത്തുന്ന ഒരു ടീം, അത് അങ്ങനെ ഒരു ആലങ്കാരികമായിട്ട് അങ്ങനെ പറയാം എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, സഞ്ജു സാംസൺ ഉണ്ടായിരിക്കില്ലേ അടുത്ത 2026 T20 ലോകകപ്പ് കളിക്കാൻ? അതായത് ഇപ്പോൾ ഇത്തവണത്തെ ലോകകപ്പിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു മത്സരവും കളിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അടുത്ത T20 ലോകകപ്പിന് സഞ്ജു ഇത് ഇന്ത്യയുടെ അന്തിമ 11 തന്നെ ഉണ്ടായിരിക്കില്ലേ? എന്തൊക്കെ ഘടകങ്ങളായിരിക്കും സഞ്ജുവിന്റെ കാര്യം നമ്മൾ പറയുമ്പം ഈ ഘടകങ്ങൾക്കെല്ലാം എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളിപ്പം ടീമിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ലോകകപ്പ് നമ്മൾ കണ്ടാണ് സഞ്ജുവിന്റെ പ്രകടനം T20 ഫോർമാറ്റിൽ നിലവിൽ ആദ്യ ലെവലിൽ ഉൾപ്പെടാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ് സഞ്ജു സാംസൺ. പക്ഷേ അദ്ദേഹത്തിന് കഴിഞ്ഞ ലോകകപ്പിൽ ഒരു മത്സരം പോലും കളിക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന ടൂർണമെൻറ്റിൽ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലണ്ടിനെതിരെയും ന്യൂസിലാൻഡിനെതിരെയും അദ്ദേഹം കളിച്ചു കഴിഞ്ഞു. അതിൽ അദ്ദേഹത്തിന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ നമുക്ക് ദക്ഷിണാഫ്രിക്കയിലെ പരമ്പരയിലൊക്കെ മികച്ച രീതിയിൽ കളിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. എന്നിട്ടും ഇനിയിപ്പോൾ വരുമ്പോൾ 2026 വരുമ്പോഴേക്കും അത് ഇപ്പോഴേ നമ്മൾ പ്രവചിക്കുന്നത് വലിയൊരു മണ്ടത്തറായിക്കൊന്ന് ഞാൻ കരുതുന്നത്. കാരണം ഒന്ന് സഞ്ജു ആണ്, രണ്ടാമത് ഇന്ത്യൻ ടീം സെലക്ഷനാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമുക്ക് കഴിഞ്ഞ കാലത്തുകളിൽ വെച്ച് നോക്കുമ്പോൾ അറിയാം, ഏകദിന ലോകകപ്പ് വരുമ്പോഴേക്കും ആ ടീമിനെ വാർത്തെടുക്കാൻ വേണ്ടി ഒരു സെറ്റ് ടീമിനെ കൊണ്ടുവരുമ്പോൾ സഞ്ജു T20 കളിക്കും. പിന്നെ T20 ലോകകപ്പ് വരുമ്പോഴേക്ക് ആ ടീമിനെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് സഞ്ജുവിനെ ഏകദിനത്തിലേക്ക് മാറ്റും. അങ്ങനെ ഒരു ഷഫ്ലിംഗ് നമുക്ക് നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊരു ആരോപണം മാത്രമായിട്ട് തള്ളാൻ വേണ്ടി പറ്റില്ല. സഞ്ജു മികച്ച ഫോമിൽ നിൽക്കുമ്പോൾ പോലും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടും കളിക്കാൻ പറ്റാത്ത പോകുന്ന അവസരങ്ങളുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ബി ടീം സഞ്ജു ഇപ്പം ടീമിൽ സ്ഥിര സാന്നിധ്യമാണ്. സൂര്യകുമാർ യാദവിൻ്റെ ടീമിൽ സ്ഥിര സാന്നിധ്യമാണ്. പക്ഷേ അത് ബി ടീമാണെന്ന് കോച്ചും സെലക്ടർമാരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ബി ടീം എന്ന് പറയുമ്പോൾ അതിൽ ഈ അഭിഷേക് ശർമ്മയും നമ്മുടെ ഈ സഞ്ജു സാംസണൊക്കെയാണ് ബി ടീമിലെ താരങ്ങൾ. മറ്റ് സ്ഥിര താരങ്ങൾ അവിടെ ഉണ്ട്, ശുഭ്മാൻ ഗില്ലും ജയ്സ്വാളും. തീർച്ചയായും ഞാൻ അതിലേക്കാണ് വരുന്നത്. ഓപ്പണർമാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ശുഭ്മാൻ ഗില്ലുണ്ട്, യശസ്വി ജയ്സ്വാളുണ്ട്, അഭിഷേക് ശർമ്മ ഉണ്ട്, സഞ്ജു സാംസൺ ഉണ്ട്. 4 ഓപ്പണർമാർ നിലവിൽ ഇതുണ്ട്. ഇവരുമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഈ IPL നടക്കാൻ പോകുന്നത് ഇവരുമായിട്ടൊക്കെ ഉള്ള ഒരു കോമ്പറ്റീഷൻ ഒക്കെ നിർണായകമായി മാറില്ലേ? യാതൊരു സംശയമില്ല. ഇപ്പം നമുക്കറിയാം, ഇപ്പം അഭിഷേകും സഞ്ജുവും തമ്മിൽ ഓപ്പണിംഗ് കഴിയുമ്പോഴായാലും ഇപ്പം ജയ്സ്വാളും ഗില്ലും ഏകദേശം ഇന്ത്യൻ ടീമിൽ 3 ഫോർമാറ്റിലും സെറ്റായി കഴിഞ്ഞ താരങ്ങളാണെന്ന് തന്നെ പറയാം. ഇപ്പോൾ കഴിഞ്ഞ T20 അവർക്ക് ഈ മറ്റ് മത്സരങ്ങൾ ആധിക്യം മൂലം ഒരു വിശ്രമം എന്ന രീതിയിലാണ് മാറ്റി നിർത്തിയത്. അപ്പം ഗില്ലിനേക്കാൾ ജയ്സ്വാൾ നമുക്ക് T20 അടുത്ത ലോകകപ്പിലെ ടീമിൽ ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. അദ്ദേഹത്തിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഒരു സ്പോട്ടറൊക്കെ ബാറ്റിംഗ് ആണല്ലോ, അദ്ദേഹത്തിന് ആ സ്ലോട്ട് അദ്ദേഹം ബുക്ക് ചെയ്യുന്നതിന് കരുതാം. പിന്നെ ഗില്ലിൻ്റെ കേസ് വരുമ്പോൾ ഗില്ല് ഇപ്പം നിലവിലെ ഏകദിന ടീമിൻ്റെ ഉപനായകനാണ്. T20 പ്ലെയർ അല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. T20 മികച്ച രീതിയിൽ കളിക്കുന്നതാണ്. 17ഓളം മത്സരങ്ങൾ ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം ബാറ്റ് ചെയ്ത് കഴിഞ്ഞു, ഓപ്പണിങ്ങിൽ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ വരുമ്പം ഗില്ലും അവിടെ ഉണ്ടാവും. ഇത് രണ്ടും കഴിഞ്ഞ് നമ്മൾ അഭിഷേകിൻ്റെ കാര്യത്തിൽ ചെറിയ സംശയം വരും. അദ്ദേഹം ടോപ്പ് ഓർഡറിൽ പ്രതീക്ഷിക്കേണ്ട മിഡിലേക്ക് ഇറങ്ങേണ്ടി വരും, അല്ലെങ്കിൽ 5 or 6 ബാറ്റ് ചെയ്യേണ്ടി വരും അവസ്ഥ വന്നേക്കാം. അത് ഒരു ഓൾറൗണ്ടർ കൂടിയാണ്. അതിൻ്റെ ഒരു ആനുകൂല്യം അദ്ദേഹത്തിനുണ്ട്, ബോൾ ചെയ്യാറുണ്ട്. ഓൾറൗണ്ടർ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സഞ്ജുവിൻ്റെ ഒരു സ്ലോട്ട് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ടാണ് വരേണ്ടത്. വിക്കറ്റ് കീപ്പിംഗ് വൺ ഡൗൺ ആയിട്ട് ഇറങ്ങാം, സഞ്ജുവിന് ഇറങ്ങാൻ വേണ്ടി പറ്റും. പക്ഷേ അവിടെ ഇപ്പോഴും നമ്മൾ പറയുമ്പോഴും നമുക്ക് ടീമിൽ ഇപ്പം സൂര്യകുമാർ യാദവ് വൺ ഡൗൺ ഇറങ്ങുന്നുണ്ട്, തിലക് വർമ്മയുണ്ട്. തിലക് വർമ്മ ഇപ്പം കഴിഞ്ഞ മത്സരങ്ങളൊക്കെ നമുക്ക് എന്ത് അറിയാലോ, മികച്ച ഫോമിലാണ് ഇവരിക്കുന്നത്. സഞ്ജുവിനേക്കാൾ സ്ഥിരതയുടെ പ്രകടനത്തിൽ ഇവർക്ക് വരുമ്പം തിലക് വർമ്മ കളിക്കുമ്പോൾ സഞ്ജുവിന് ആ സ്ഥാനത്തിൽ സംശയം വന്നേക്കാം. പിന്നെ ഒരു വിക്കറ്റ് കീപ്പിംഗ് ബാറ്റ്സ്മാനുള്ള ഒരു റോളാണ് സഞ്ജുവിനെ കിട്ടുന്നത്. ഋഷഭ് പന്ത് ഉണ്ട്. പന്തുമായിട്ടാണ് സഞ്ജുവിൻ്റെ കോമ്പറ്റീഷൻ വരുന്നത്. അത് അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ സഞ്ജുവിനേക്കാൾ പന്തിനാണ് മുൻതൂക്കം എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണത്. പന്തിനാണ് ടീം ഇപ്പോൾ ഈ കഴിഞ്ഞ ടൂർണമെൻറ്റിൽ പോലും 15 സ്ക്വാഡിൽ സഞ്ജു അല്ല, പന്താണ് ഉൾപ്പെട്ടത്. പന്തിന് കളിക്കാൻ പറ്റില്ല. KL രാഹുൽ ഫസ്റ്റ് കീപ്പറായിട്ട് വരുമ്പോഴും കളിക്കാൻ പറ്റിയില്ലെങ്കിലും. അപ്പം സഞ്ജുവും പന്തും ഒരു ടീമിൽ വരുന്നുണ്ടെങ്കിൽ വിക്കറ്റ് കീപ്പറായിട്ട് ആരിറങ്ങുന്ന കാര്യത്തിൽ വലിയൊരു സംശയത്തിന് ആവശ്യമില്ല, പന്തായിരിക്കും ഇറങ്ങുക. അപ്പോൾ സഞ്ജുവിനോട് ബാക്കപ്പ് കീപ്പറായിട്ട് ചിലപ്പം കഴിഞ്ഞ ലോകകപ്പ് പോലെ തന്നെ കളിക്കേണ്ടി വന്നേക്കാം. പക്ഷേ ഈ വരുന്ന IPL നിർണായകമാണ്. പന്തിനേക്കാൾ മികച്ച പ്രകടനം സഞ്ജുവിന് പുറത്തെടുക്കാൻ പറ്റിയാൽ സഞ്ജുവിന് ആ കീപ്പിംഗ് റോള് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, ആ സ്ലോട്ടിലേക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയേക്കും. ഈ പറഞ്ഞ പോലെ വൺ ഡൗണിലായിട്ട് അപ്പം ബാറ്റിംഗ് ഇറങ്ങാനും പറ്റും. രാജസ്ഥാനിൽ 3ാം നമ്പറിലാണല്ലോ സഞ്ജു കളിക്കുന്നത്. ഓപ്പണിംഗ് ഇറങ്ങാനുണ്ട്, 3ാം നമ്പറും കളിക്കാറുണ്ട്. അപ്പോൾ 3ാം നമ്പർ എന്നുള്ള സ്ലോട്ടിലേക്കായിരിക്കും സഞ്ജു ശ്രമിക്കേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. ഓപ്പണിങ്ങിൽ താരങ്ങൾ ഇത്രത്തോളം താരങ്ങളുള്ളതുകൊണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്പണിങ്ങിലാണെങ്കിൽ ഗില്ല്, ജയ്സ്വാൾ, അഭിഷേക് ശർമ്മ ഇവരുമായിട്ട് കോമ്പറ്റ് ചെയ്യണം. വൺ ഡൗൺ ആണെങ്കിൽ സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ ഇവരുമായിട്ട്
കോമ്പീറ്റ് ചെയ്യേണ്ടി വരും. വിക്കറ്റ് കീപ്പിംഗിലാണെങ്കിൽ ഋഷഭ് പന്തുമായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ടി വരും. ധ്രുവ് ജുറൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ മധ്യനിര ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ നിതീഷ് റെഡ്ഡി ഉണ്ട്, റിങ്കു സിംഗ് ഉണ്ട്, ഹാർദിക് പാണ്ഡ്യ ഉണ്ട്. അപ്പൊ ഹാർദിക് പാണ്ഡ്യ തീർച്ചയായും ഉണ്ടാവും, അടുത്ത T20 ലോകകപ്പിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇപ്പൊ മധ്യനിര ബാറ്റിംഗിലാണെങ്കിൽ അക്സർ പട്ടേൽ ഉണ്ട്. അക്സർ പട്ടേൽ സഞ്ജുവിന് സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻ ആയിട്ട് മധ്യം പിന്നെ ഓപ്പണിംഗ് റോളിൽ അല്ലാണ്ട് കളിക്കാൻ പറ്റുന്നതിൽ അത്രത്തോളം പിന്നെ പ്രതീക്ഷ വേണ്ടതാണ് കരുതുന്നത്. കാരണം ഈ പറഞ്ഞ ഓൾറൗണ്ടർമാരുടെ ആധിക്യമുണ്ട്. ഈ നമുക്ക് ചാമ്പ്യൻസ് ട്രോഫി ഏതൊരിക്കലുള്ള ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ കിട്ടിയതിൽ ഓൾറൗണ്ടർമാരുടെ പ്രകടനം നിർണായകമായിരുന്നല്ലോ. അത് സംശയമില്ല, നമുക്ക് ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുപോലെ T20 വരുമ്പോഴും ഓൾറൗണ്ടർമാരായിരിക്കും കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അവിടത്തേക്ക് സഞ്ജുവിന് അത്രത്തോളം ഉണ്ടാകുന്നില്ല. ഈ അഭിഷേക് പറഞ്ഞാൽ അഭിഷേക് ഓൾറൗണ്ടറായിട്ട് മധ്യ ഓർഡർ മിഡിൽ ഓർഡർ കളിക്കാൻ വേണ്ടി പറ്റുന്ന താരമാണ്, ഓപ്പണിംഗിലാണ് ഈ പറഞ്ഞതിൽ കൂടി. അപ്പം അവിടെയും അഭിഷേകിന് ഓപ്പണിംഗ് വിട്ടാൽ ഇവിടെ ഇരുതുണ്ട്. സഞ്ജുവിന് ഓപ്പണിംഗ് അല്ലെങ്കിൽ വൺ ഡൗൺ ഉണ്ട്, ഏത് നമ്പറിലും കളിക്കുന്നതിൽ സഞ്ജുവിന് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാനായിട്ട് സഞ്ജു വരേണ്ട ആവശ്യമുണ്ടോ എന്ന് സംശയമാണ്. പിന്നെ ഈ നമ്മൾ പറഞ്ഞ ഇപ്പോൾ ഈ കീപ്പിങ്ങിലേക്ക് ധ്രുവ് ജുറലും പിന്നെ നമ്മുടെ പന്തും വരുന്ന സമയത്ത് അവരോടുള്ള മത്സരത്തിലാണ് വരുന്നത്. പിന്നെ കഴിഞ്ഞ ലോകകപ്പിൽ നമുക്കിപ്പോൾ ടീമിൽ നിന്ന് 3 പേരെ മാത്രമേ നമുക്ക് മാറ്റി നിർത്താൻ പറ്റൂ. കഴിഞ്ഞ 2024 ലോകകപ്പിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ജഡേജയും ഇവർ 3 വിരമിച്ചത്. അതിന് പകരത്തേക്കുള്ള റോളിലേക്കാണ് ഈ 3 പേരെ ബുക്ക് ചെയ്യണമെങ്കിലും ഈ പറഞ്ഞ പോലെ പിന്നെ സഞ്ജുവിന് പറ്റിയ വൺ ഡൗണിൻ്റെ പൊസിഷൻ അവിടെ കിടക്കുന്നുണ്ട്, ഓപ്പണിംഗ് കിടക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും ബാക്കപ്പ് താരങ്ങൾ അതിനേക്കാളുണ്ട്, മികച്ച ഫോമിലുണ്ട്. അപ്പം ഈ വരുന്ന IPL സീസണിലും തുടർന്ന് നടക്കുന്ന പിന്നെ ടൂർണമെൻറ്റുകളിലൊക്കെ പിന്നെ സഞ്ജുവിന് അവസരം ലഭിക്കും. IPL എന്തായാലും രാജസ്ഥാൻ നായകന് എത്രത്തോളം തിളങ്ങാൻ പറ്റും നോക്കുക. ആ തിളങ്ങിൽ നിന്ന് മറ്റുള്ള പരമ്പരയിലേക്ക് ഇടം പിടിക്കുക, ആ സ്ഥിരതയോട് പുറത്തെടുക്കുക. അങ്ങനെയാണെങ്കിൽ 2026 പിന്നെ T20 ലോകകപ്പിൽ ഇടം പിടിക്കാനും കളിക്കാനും സാധിച്ചേക്കും. പക്ഷെ അതിലും ഒരു ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല ഇന്നലെ അവസരത്തിൽ. ടൂർണമെന്റ് നടക്കുന്നത് ഇന്ത്യയിലും ശ്രീലങ്കയിലും ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ വേറൊരു അർത്ഥത്തിൽ ഇപ്പോൾ സഞ്ജു ടീമിൽ ഉൾപ്പെട്ട് അന്തിമ നിലവിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ മറ്റുള്ള ഘടകങ്ങളും കൂടി അതിൽ സ്വാധീനിക്കും. ആ സമയത്തുള്ള പെർഫോമൻസ്, അതുപോലെ എനിക്ക് തോന്നുന്ന ഒരു വർഷമുണ്ട്, അടുത്ത 2026 ഫെബ്രുവരിയിലാണ് മത്സരം നടക്കുന്നത്. ആ ഒരു സമയത്തേക്ക് സഞ്ജുവിൻ്റെ അത്രയും കാലത്തേക്ക് ഇതിനകത്ത് സഞ്ജുവിന് അന്താരാഷ്ട്ര T20 കളിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമെന്നുള്ളത് എത്രത്തോളം നമുക്കറിയില്ല. അതെ. അപ്പൊ ആ ഒരു പെർഫോമൻസും അതുപോലെ മറ്റുള്ള താരങ്ങളുടെ പെർഫോമൻസും കൂടി ഇതിനകത്ത് സ്വാധീനിക്കും എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് അങ്ങനെ തന്നെ മറ്റുള്ള താരങ്ങൾക്ക് പെർഫോമൻസ് ബാധിച്ചില്ലെങ്കിലും സഞ്ജുവിന് പെർഫോമൻസ് ബാധിക്കുന്ന സംശയമില്ല. മറ്റുള്ള താരങ്ങൾ ചിലപ്പം ഈ പറഞ്ഞ പോലെ ടീം റോളിൻ്റെ പേരിൽ അവരുടെ നമ്പറിൻ്റെ പേരിലൊക്കെ ചിലപ്പം ടീമിലിടം ലഭിച്ചേക്കാം. അങ്ങനെ ലഭിച്ച ചരിത്രമുണ്ട്. അങ്ങനെ വിമർശനമായിട്ട് പറയുന്നതിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സഞ്ജുവിന് അതെന്തായാലും ആ ഒരു ആനുകൂല്യം ലഭിക്കില്ല. ആ ഒരു താരത്തിൻ്റെ ഒരു നല്ല താരത്തിൻ്റെ ആനുകൂല്യം ലഭിക്കില്ല. സ്ഥിരതയുണ്ടെങ്കിൽ നന്നായിട്ട് ഫോമിലാണെങ്കിൽ മാത്രം സഞ്ജുവിന് പ്രതീക്ഷ മതി. നമ്മളിപ്പോൾ ഒരു വർഷം ഉണ്ട് ടൂർണമെന്റിന് ഇപ്പോൾ ബോളിങ്ങിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ബുംറ പരിക്കേറ്റ് ബുംറ കളിച്ചില്ല. പക്ഷേ ഒരു വർഷം സമയമുണ്ട്, ബുംറ എന്തായാലും തിരിച്ചു വരും എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ക്രിക്കറ്റിലേക്ക്. മാത്രമല്ല ആ ഒരു സമയത്തും ഇന്ത്യൻ ബോളിങ്ങിനെ നയിക്കുന്നത് ഇപ്പോൾ സഞ്ജുവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമല്ല, ബോളിങ്ങിനെ നയിക്കുന്നത് ബുംറ തന്നെ ആയിരിക്കില്ലേ? തീർച്ചയായും. ഈ പറഞ്ഞാൽ തന്നെ നമുക്ക് ചാമ്പ്യൻസ് ട്രോഫിയിൽ പരിക്കൊണ്ടാണ്, നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് അത് നഷ്ടപ്പെട്ടത്. ഇല്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയും പിന്നെ പേസ് നിര നയിക്കുന്നതും ബുംറ തന്നെയായിരിക്കും. ബുംറ പിന്നെ നമുക്ക് ഇപ്പം സൂര്യകുമാർ യാദവിന് കീഴിലായാൽ കൂടി ടീമിൻ്റെ ഉപനായകനായിട്ട് ചിലപ്പം T20 ലോകകപ്പിൽ വരുമ്പോഴേക്ക് ബൂംറ വരുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അദ്ദേഹം ലോകത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച ബോളർ ബൂംറയാണല്ലോ. അപ്പം ബൂംറയുടെ ഈ ഫോം തുടർന്നാൽ നമ്മൾ പരിക്കുകളൊന്നും അലട്ടിയിട്ടില്ലെങ്കിൽ എന്തായാലും അദ്ദേഹം ടീമിലുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഒരു വർഷത്തെ ഗ്യാപ്പുണ്ട്. നമ്മൾ ഈ ടീമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഒരു മണ്ടത്തരാണെങ്കിൽ കൂടി ഒരു സഞ്ജുവിൻ്റെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ ബൂംറയായിരിക്കും നമ്മുടെ പ്രധാന വജ്രായുധം, സംശയമില്ല. അർഷ്ദീപ് ഇതുപോലെ തന്നെയാണ് ഈ പറയുന്നത്. നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അർഷ്ദീപും T20 മികച്ച ബോളറാണ്. അർഷ്ദീപും ടീമിലുണ്ടാവും, ബേസ് ബോളറായിട്ടുണ്ടാവും. എന്തായാലും ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ മികച്ച പ്രകടനം നടത്തി സഞ്ജുവിന് അടുത്ത ICC ഇവന്റിൽ ഇപ്പോൾ 2024 ടീമിലുണ്ടായിട്ടും കളിക്കാൻ കഴിഞ്ഞില്ല. 2026 ടീമിൽ ഉൾപ്പെട്ട് ആ ഒരു വിഷമം മാറ്റി നിർത്തിയിട്ട് കളിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. തീർച്ചയായും.